മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഫെബ്രുവരി 28 ഇന്നത്തെ വിശുദ്ധ ബലിമധ്യേ നമ്മുടെ വിചിന്തനത്തിനു വേണ്ടി നൽകുന്ന ദൈവത്തിൻ്റെ വചനം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങളാണ്. ശത്രുക്കളെ സ്നേഹിക്കുവാനാണ് സുവിശേഷം നമ്മളോട് പറയുന്നത്. എന്തിനാണ് നാം ശത്രുക്കളെ സ്നേഹിക്കേണ്ടത്? ഉത്തരം ഈശോ പറയുന്നുണ്ട്. ഈശോ പറയുന്ന ഉത്തരം, നാം സ്വർഗപിതാവിൻ്റെ മക്കളായി മാറേണ്ടതിന് നമ്മൾ ശത്രുക്കളെ സ്നേഹിക്കണമെന്നാണ്. ഇത് പറഞ്ഞിട്ട് ഈശോ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം അവതരിപ്പിക്കാൻ ഈശോ 2 ഉദാഹരണങ്ങളാണ് സുവിശേഷത്തിൽ പറയുന്നത്. ഒന്നാമത്തെ ഉദാഹരണം, നല്ലവരുടെയും ദുഷ്ടന്മാരുടെ മേലും ഒരുപോലെ ദൈവം സൂര്യനെ ഉദിപ്പിക്കുന്നുവെന്ന്. രണ്ടാമത് പറയുന്നത്, നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ ഒരുപോലെ മഴ പെയ്യിക്കുന്നുവെന്നാണ്. ഈശോ 2 ഉദാഹരണങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇത് പറഞ്ഞിട്ട് ഈശോ പറഞ്ഞു വെക്കുകയാണ്, ദൈവത്തിന് വിവേചനമില്ല. വിവേചനമുള്ളത് മനുഷ്യർക്കാണ്. എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കും, എന്നെ വെറുക്കുന്നവനെ ഞാൻ വെറുക്കും. ആ ഒരു മനോഭാവമാണ് അവർക്കുണ്ടായ. ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ വെറുക്കുക. ഇങ്ങനെയുള്ള ഈ നിയമത്തെ യേശു ഇന്നത്തെ സുവിശേഷത്തിൽ പൊളിച്ചെഴുതുകയാണ്, മാറ്റി എഴുതുകയാണ്. എന്നിട്ട് ഈശോ പറയുന്നത്, നീ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നിന്റെ സ്നേഹം പൂർണ്ണമല്ല എന്ന്. നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കുന്നു, നിന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നു, നിന്റെ മക്കളെ അതിനപ്പുറമായിട്ട് നിന്റെ സ്നേഹം വ്യാപിപ്പിക്കുന്നില്ലെങ്കിൽ, എത്തുന്നില്ലെങ്കിൽ നിന്റെ സ്നേഹം പൂർണ്ണമല്ല. അങ്ങനെയുള്ള വ്യക്തിയാണ് താങ്കളെങ്കിൽ എങ്ങനെയാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ മകനാണെന്ന് മകളാണെന്ന് നിനക്ക് അവകാശപ്പെടാൻ സാധിക്കുക എന്നാണ് ഈശോ നമ്മളോടിന്ന് ചോദിക്കുന്നത്. സ്നേഹം എന്താണ്, എന്തല്ല എന്നും ഈശോ പറയുന്നില്ലേ? വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ വളരെ വ്യക്തമായിട്ട് പറയുന്നു, സ്നേഹം എന്താണ്. സ്നേഹം ദീർഘ ശാന്തതയും ദയയുമുള്ളതാണ് എന്ന് പറയുന്നു. സ്നേഹം എന്തല്ല? അവിടെ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ പറയുന്നു, സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മ പ്രശംസ ചെയ്യുന്നില്ല, അഹംഭാവം നടിക്കുന്നില്ല, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല എന്ന്. പക്ഷേ എത്ര വ്യക്തമായിട്ടാണ് സ്നേഹത്തിന് ഡെഫിനിഷൻ നമ്മുടെ മുമ്പിൽ തന്നുവെക്കുന്നത്. സ്നേഹം വെളിപ്പെടുത്തുന്നത് കാരുണ്യത്തിലാണെന്ന് ഈശോ പറയുന്നുണ്ട്. നമ്മുടെ സ്നേഹം വെളിപ്പെടുന്നത് അത് കാരുണ്യത്തിലാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 20 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയല്ലേ, നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയല്ലേ? നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ അവന് ഭക്ഷിക്കുവാൻ കൊടുക്കുക, അവന് ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കാൻ കൊടുക്കുക. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, മറിച്ച് തിന്മയെ നന്മ കൊണ്ട് കീഴ്പ്പെടുത്തുവിനെന്ന റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുമ്പോൾ ഈശോ ഇന്നിൻ്റെ ദിനത്തിൽ നമ്മളോട് പറയുന്ന, നമ്മൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാണ്. ആ മക്കൾ നമ്മളാകുന്നത് നമ്മുടെ സ്നേഹം അതിരുകളില്ലാതെ, വേർതിരിവുകളില്ലാതെ, മതിൽ കെട്ടുകളില്ലാതെ വ്യാപരിക്കുമ്പോഴാണെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കാൻ ഈ ലോകം പറയുമ്പോൾ ഈശോ പറയുന്നത് അതിനപ്പുറം, അതിന് മുകളിലേക്ക് നീ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മകനും മകളുമാകുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് പോകണമെന്ന് ഇന്നിൻ്റെ ദിവസം ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്ന് ദിനത്തിൻ്റെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.